ഔദ്യോഗിക വാഹനത്തിലെ ആദ്യ യാത്രയാ. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇന്ന് MLA ബോർഡ് വെച്ച വണ്ടിയാണെങ്കിൽ നാളെ മന്ത്രിയുടെ ബോർഡ് വെച്ച വണ്ടിയിൽ പോവും, ഉറപ്പാ. അമ്മേ, രജനി ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? ഇല്ല. എന്താ മോളെ? എന്നോട് പിണങ്ങിട്ട് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. എന്താ കാര്യം? അവിടെ ഗിരീഷേട്ടന്റെ അമ്മയുടെ ബന്ധുവിന്റെ എന്തോ റെക്കമെൻഡേഷന്റെ കാര്യമായിട്ട് വന്നതാ. അറിയാലോ അമ്മേ, ഒന്നാമത് ഞാൻ കസേരയിലൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ അപേക്ഷ ശരിയായിട്ടുള്ളതാണോ, ആർക്ക് കൊടുക്കണം ഒന്നും അറിയില്ല. രജനി ചേച്ചി കരുതി ഞാൻ അഹങ്കാരം കാണിച്ചതാന്ന്. അത് ചേച്ചി സൂചിപ്പിക്കുകയും ചെയ്തു. അതെ, MLA തൽക്കാലം ഇതൊന്നും അറിയണ്ട. റെക്കമെൻഡേഷൻ കേട്ടില്ലെന്ന് വെച്ചാൽ മതി. ചേച്ചി പരിഭവിച്ചാലും പിണങ്ങിയാലും ഒന്നും പ്രശ്നമാക്കണ്ട. അല്ല മോളെ, ഇത് നയപരമായിട്ട് കൈകാര്യം കാര്യമാണ്. ആദ്യം അതിന്റെ മെരിറ്റ് നോക്കണം, എന്നിട്ട് ചെയ്തു കൊടുക്കാൻ അർഹതപ്പെട്ടാണെങ്കിൽ ചെയ്യണം. മോള് വിഷമിക്കണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതെ, ഏത് പേപ്പറും സിദ്ധുവിനെ ഒന്ന് കാണിക്കണം. ഇപ്പൊ തന്നെ സിദ്ധു ആണല്ലോ മീറ്റിങ്ങുകളുടെ കാര്യമൊക്കെ നോക്കുന്നത്. ഇതും സിദ്ധു ചെയ്തോളും. അതെ, അതാ എനിക്കും നല്ലത്. ഞാനൊന്ന് ഇറങ്ങട്ടെ അമ്മേ. അച്ഛാ, അമ്മേ. നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. അതെ, ഇവിടെ ഒരാളുണ്ടേ. പോട്ടെ. ശരി അച്ഛാ. ശരി ശരി മേഡം. പാവം മോള് ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ടൊരു വിഷമം പോലെ. ആ വിഷമം മനസ്സിലായി. ആ വണ്ടിയിൽ ഞാനല്ലേ പോകേണ്ടിരുന്നെന്ന് ആലോചിച്ചുള്ള വിഷമമല്ലേ? എന്താടാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാൻ വെറുതെ പറഞ്ഞു. ഓഹോ, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു പണി തരാം. അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇതുപോലുള്ള റെക്കമെൻഡേഷനായിട്ട് ദേവിയുടെ അടുത്ത് പോകരുതെന്ന്. എന്റെ വാക്കിനൊരു വിലയും തരാതെ രജനിയെ പറഞ്ഞയച്ച എന്തിനാ? ഗിരി, ഞാൻ രജനിയോട് പറഞ്ഞതാ പോകണ്ടെന്ന്. ഗിരിക്ക് ഇഷ്ടാവില്ലെന്ന്. എനിക്കിഷ്ടമില്ലാത്തോണ്ട് പോകണ്ടെന്നല്ല പറയേണ്ടത്, അങ്ങനെ പോകുന്നത് ശരിയല്ലാന്ന് പറയണം. അല്ല, സംഭവം എന്താന്ന് വെച്ചാ... വേണ്ടമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്തോട്ട് ശരിയായില്ല. അമ്മയുടെ ഭാഗത്ത് നിങ്ങളൊരു സംഭവം ഉണ്ടാവാനേ പാടില്ലായിരുന്നു. ഇത്തവണത്തേക്ക് പോട്ടെ മോനെ. രജനി കാര്യം നടത്തുമെന്ന് ഉറപ്പ് തന്നതിന്റെ ബലത്തില് ഞാൻ സാവിത്രി കുഞ്ഞമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു. അവരൊക്കെ ആകെ സന്തോഷത്തിലാ. ഇന്ന് വൈകുന്നേരം അവരിങ്ങോട്ട് വരും. കാര്യം സാധിച്ചു കൊടുത്തതിന്റെ കടപ്പാടായിട്ട് ഉപഹാരങ്ങളുമായിട്ട് വരും അല്ലേ? വൈകുന്നേരം ഞാനിവിടെ ഉണ്ടാവില്ല കേട്ടോ. എത്രയായി? 100. എടാ ഗിരി, നീ രജനിയെ വഴക്കൊന്നും പറയല്ലേ. അമ്മയ്ക്ക് വേണ്ടി പോയതല്ലേ, ഒന്ന് ക്ഷമിക്ക്. അവൾ ആരാന്ന് അവളുടെ വിചാരം? MLA എന്നുള്ള 3 അക്ഷരം അവൾ എന്നാ കേട്ടു തുടങ്ങിയ? MLA ആണ് പോലും. ഒരു സൈക്കിൾ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത അവളെ സ്റ്റേറ്റ് വണ്ടിയിൽ കയറ്റിയത് എന്റെ അച്ഛനാ. അതിപ്പോ ഭസ്മാസുരന് വരം കൊടുത്ത പോലായി. നമ്മളെല്ലാവരും കൂടിയല്ലേ അവളെ MLA ആക്കിയത്. ഇപ്പൊ നമുക്കിട്ട് തന്നെ പണി തരുവാ. എന്താ രജനി, എന്താ കാര്യം? സാവിത്രി കുഞ്ഞമ്മയുടെ മോളുടെ പേപ്പർ ഇല്ലേ, അതിൽ നടപടി എടുക്കാൻ അവൾക്ക് പറ്റില്ലാന്ന്. മിടിക്കാണല്ലോ നമ്മുടെ MLA. ഇന്ന് തന്നെ ചെന്ന് ദേവിയേക്ക് ഒരു ഷെയ്ക്കിന്റെ കൊടുക്കണം. ദേ ഗിരി, ഞാനാകെ സമനില തെറ്റി നിൽക്കുക. സൂക്ഷിച്ച് സംസാരിക്കണം. ഈശ്വര, ഞാൻ അവരെ വിളിച്ച് കാര്യം നടക്കുമെന്ന് പറഞ്ഞു പോയല്ലോ. അവരെല്ലാരും കൂടി നിന്നെ കാണാൻ വരുമെന്നാ പറഞ്ഞേ. ചിലപ്പോ എന്തെങ്കിലും കൊണ്ടുവരും. ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിനുള്ള ഉപകാര സ്മരണ. എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സും ബേക്കറി സാധനങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും.
ആകെ നാണക്കേടായല്ലോ മോളെ. ദേവികയോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുഞ്ഞമ്മയുടെ കുഞ്ഞപ്പനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. അമ്മയുടെ മരുമോൾക്ക് ഭരണകാര്യങ്ങളിൽ കൈകടത്താൻ പറ്റില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞാലും മതി. അവിടെ ഒരു ശുപാർശക്കാരിയായിട്ട് പോയിരിക്കുന്നു. ഒന്ന് മിണ്ടാതിരിക്ക് ഗിരി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മിണ്ടായിരിക്കാനോ? നിന്നെ ചെകിടത്തൊന്ന് പൊട്ടിക്കാ വേണ്ടത്. എന്നാ പൊട്ടിക്ക്, ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഗിരി, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയ രജനി ദേവികയെ കാണാൻ പോയത്. അമ്മായിയമ്മയും കൊള്ളാം, മരുമോളും കൊള്ളാം. അമ്മേ, ദേവികയെ കസേരയെ സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? സ്വന്തം വീട്ടുകാരാ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥരെയൊക്കെ അഴിമതിക്കാരാക്കുന്നത്. രജനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലുള്ള മൂന്നാംകിട പരിപാടിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. സാവിത്രി കുഞ്ഞമ്മയുടെ മോളുടെ പേപ്പർ നീങ്ങുന്നില്ലെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവും. അതല്ല, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഒരു പരാതി എഴുതി ദേവികയ്ക്ക് കൊടുക്കുക. ന്യായമുള്ളതാണെങ്കിൽ ചെയ്തു തരും. അല്ലാതെ പിൻവാതിൽ നീക്കങ്ങൾ വേണ്ട. മോളെ, ഇനി മുതൽ ദേവിക്ക് എന്റെ ശത്രുവാ. എന്നാലും സാവിത്രി കുഞ്ഞമ്മയോട് ഞാൻ എന്ത് പറയും? അമ്മയുടെ മോൻ പറഞ്ഞോളും, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ദാ അല്ല, ഇതാര്? സ്ഥലം MLA-യോ? മാഡം, ഏയ്, എന്താ ദേവിക, എന്താ ഈ കാണിക്കുന്നേ? ദേവിക ജനപ്രതിനിധിയാ. ഇനി എത്രയോ പേരായിരിക്കും ദേവിയുടെ കാലിൽ തൊട്ടു തൊഴുന്നേ. എന്റെ നല്ല തുടക്കങ്ങളെല്ലാം ഇവിടെ നിന്നല്ലേ മാഡം? ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിൽ മാഡത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറെ വിഷമിച്ചു. പിന്നെ മാഡത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ശക്തമായ പിന്തുണ തന്നു. നന്ദുവിന്റെ തെറ്റിദ്ധാരണ മാറ്റി ഞങ്ങളുടെ ജീവിതം പഴയ പോലെ ആക്കി. ഇലക്ഷനിൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിന്നു. എല്ലാത്തിനും അപ്പുറം മകന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് കൂടെ നിന്ന അമ്മ. മാഡത്തിന്റെ കാലിൽ തൊട്ടു തൊഴുന്നത് എനിക്ക് എപ്പോഴും സന്തോഷാ. അത് ശരി, വന്നേ കോഫി എടുക്കാം, വാ. അയ്യോ മാഡം, വേണ്ട മാഡം, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അതറിയാം, MLA അല്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ഉദ്ഘാടനങ്ങളും പ്രസംഗങ്ങളും നിറയെ ഉണ്ടല്ലോ പുതിയ MLA-ക്ക്. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പഴയ MLA ആണ്. എന്നുവെച്ചാ? ഞാൻ തമാശ പറഞ്ഞതാ. അച്ഛനാ ഒക്കെ ചാർട്ട് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ. അച്ഛൻ പറയുന്നിടത്ത് പോയി പറയുന്നത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി. അപ്പൊ ദേവികയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സിദ്ധാർത്ഥൻ സാറാണെന്നാണോ പറയുന്നത്? അതെ മാഡം, അതെനിക്കൊരു സൗകര്യമായി. ദേവിക, അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് സിദ്ധാർത്ഥൻ സാർ. മുൻ MLA, അറിവുള്ള ആള്, ഒക്കെ ശരി തന്നെ. അദ്ദേഹത്തെ അനുസരിക്കുകയും വേണം. അത് പക്ഷേ വീട്ടിലും വീട്ടുകാര്യങ്ങളിലും മാത്രമായിട്ട് നിർത്തണം. നീ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം. ദേവിക കെയർ ഓഫ് ദേവിക ആയിരിക്കണം. അല്ലാതെ ദേവിക കെയർ ഓഫ് സിദ്ധാർത്ഥനോ കെയർ ഓഫ് നന്ദനോ എന്തിന് കെയർ ഓഫ് അരുന്ധതിയോ ആവാൻ പാടില്ല. പഴഞ്ചൊല്ലില്ലേ, തണലത്ത് നിന്ന വളരില്ല. അത് സത്യമാ. വെയില് കൊള്ളണം, തന്നെ താൻ കാര്യങ്ങൾ ചെയ്യണം. ആരെങ്കിലും അനുസരിച്ച് നിന്നാ നീ കാര്യങ്ങളൊന്നും അറിയില്ല, വെറും ഒരു യന്ത്രമായി പോവും. സ്വയം തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം. മാഡം പറയുന്നത് നേരാ. വരട്ടെ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു മാഡം. അതിരിക്കട്ടെ, സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന വഴി എന്തോ അപകടം പറ്റിയെന്ന് വായിച്ചു. വണ്ടി ആരോ ഇടിച്ചുന്നോ? വിഷമുണ്ടാക്കുന്ന വാർത്തയായോണ്ടാ ഞാൻ പിന്നെ വിളിച്ചു ചോദിക്കാതിരുന്നേ. പ്രായമായ ഒരു സ്ത്രീയാ, ഒരമ്മ, രാധാമണി അമ്മ. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അവരിപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ദേവിയുടെ വീട്ടിലുണ്ടെന്നോ? അവർക്ക് ബന്ധുക്കളൊന്നും അങ്ങനെ ഇല്ല മാഡം. അതുകൊണ്ട് ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിർത്തിയിരിക്കുക. അവര് സന്തോഷമായിട്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ദേവിക.
എനിക്കും തെറ്റിയില്ല, രാമപുരത്തെ വോട്ടർമാർക്കും തെറ്റിയില്ല. മനുഷ്യസ്നേഹിയായ ഒരു MLA ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന. ഞാനൊന്ന് ഇറങ്ങട്ടെ മാഡം. മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ വന്നേ. ഒരു MLA വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവാന്ന് വെച്ചാ? MLA ദേവിക വരുമ്പോ കഴിച്ചിട്ടേ പോവും. പക്ഷെ ഞാനിപ്പോ വെറും ദേവികയാ. ഭക്ഷണം കഴിക്കാൻ ഇനി ഒരിക്കൽ വരാം. ഇറങ്ങട്ടെ മാഡം. ദേവിക, എനിക്ക് നിന്നോട് ഇഷ്ടം തന്നെയാ. പക്ഷെ എന്റെ ശത്രു ഇപ്പോഴും ശത്രുവായിട്ട് അവിടെ തന്നെയുണ്ട്. ആ ശത്രുവിനെ തീർക്കാൻ ഒരു ഉപകരണമായി നിന്നെയും ഞാൻ ഉപയോഗിച്ചു നിൽക്കും. ഹോ, എന്തൊരു വെയില്, എന്തൊരു ചൂടത്. മഴയ്ക്കുള്ള ലക്ഷണ, അതാ ഇത്ര ചൂട്. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാം. ഓട്ടോ ഒന്നും വേണ്ട, ഒരു 10-50 രൂപയെങ്കിലും ചോദിക്കും അവര്. എന്നാ നടക്ക്. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തണേ. ശരി. മോള് അച്ഛാ, അവിടെ വന്നോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അമ്മേ, MLAയുടെ വണ്ടി കണ്ടപ്പോഴേ മോളാവൂന്ന് സംശയിച്ചു. മോളെവിടേക്കാ? ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയാ അച്ഛാ. അച്ഛനമ്മയും കടയിൽ പോയതാണോ? അതെ മോളെ. പിന്നൊരു കാര്യം, സാധനങ്ങൾക്കൊക്കെ ചെറുതായിട്ട് വില കൂടിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിൽ കൊണ്ടുവരണം. ഈ അച്ഛന്റെ ഒരു കാര്യം, ഞാൻ MLA ആയിട്ടല്ലേ ഉള്ളൂ. എന്നാലും ശ്രദ്ധയിൽ കൊണ്ടുവരാലോ. ശരി ശരി, അത് ഞാൻ ഏറ്റു. പോരെ, അത് മതി. ആ മോളെ, ആ സ്ത്രീക്ക് എങ്ങനെയുണ്ട്? അപകടത്തിൽപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സ്ത്രീക്ക് വയ്യായികയൊക്കെ മാറി വരുന്നു. പൂർണ്ണമായിട്ടും ഭേദമായി കഴിഞ്ഞ ശരണാലയം പോലെ ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് മാറ്റും. എന്തായാലും വീട്ടിൽ കൊണ്ടുപോയത് ഒരു കണക്കിന് നന്നായി. നീ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വാർത്തയിലൊക്കെ കണ്ടു. വാർത്തയ്ക്ക് വേണ്ടി അല്ല, അവരൊന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്തതാ അച്ഛാ. നമസ്കാരം. ആ നമസ്കാരം. നന്നായിട്ട് ഭരിക്കണം. ഞങ്ങൾ നല്ല പ്രതീക്ഷയില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരണം. പ്രകടന പത്രികയിൽ പറഞ്ഞത് മുഴുവനും ചെയ്യണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അത് മതി. ഇത് MLAയുടെ അച്ഛനും അമ്മയല്ലേ? അതെ, ഓഫീസിൽ പോകുന്ന വഴിക്ക് കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാ. ഇവരെ കൂടി വണ്ടി കൊണ്ട് വയ്ക്കൂടെ? ഇവർക്കൊരു സന്തോഷാവട്ടേന്നേ. അതൊന്നും ഒരു അഴിമതിയല്ല. അയ്യോ വേണ്ട, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ഞങ്ങൾ അങ്ങ് നടന്നു പോകും. എന്നാ ശരി, ഓക്കെ. ശരി. ആ ശരി. ഓഫീസിൽ നിന്ന്. ഹലോ സാർ. ആ ഞാൻ ഇറങ്ങി. ആ ഓക്കെ. എന്നാ ശരി, മോള് പൊക്കോ. അല്ല, അച്ഛനമ്മ വേണമെങ്കിൽ ആ കാറിൽ കൊണ്ടുവിടാന്നാണോ? വേണ്ട, മോളുടെ യാത്ര നടക്കട്ടെ. ഞങ്ങൾക്ക് കുറച്ച് ദൂരല്ലേ ഉള്ളൂ, ഞങ്ങൾ നടന്നു പോക്കോളാം. എങ്കിൽ ശരി, ഞാൻ പോട്ടെ. ശരി മോളെ. അമ്മേ. മാധവേട്ട, മോളുടെ കൂടെ കാറിലങ്ങ് പോകായിരുന്നു. MLAയുടെ വണ്ടി ചെന്നിറങ്ങുന്നത് ഒരു അന്തസ്സായിരുന്നു. അവള് കുറച്ചുകൂടെ നിർബന്ധിക്കുമെന്നാ ഞാൻ കരുതിയത്. അവള് പക്ഷെ വലിയ താല്പര്യം കാണിക്കാത്ത പോലെ ആ നാട്ടുകാരൻ പറഞ്ഞതല്ലേ. എന്നാലും അവള് നിർബന്ധിച്ചില്ലല്ലോ.
അവൾക്ക് സർക്കാർ വണ്ടി കൊടുത്തിരിക്കുന്നതേ വീട്ടുകാരെ കൊണ്ടുപോകാനല്ല, നാടിന്റെ ആവശ്യങ്ങൾക്കാ. ദേവിക നിർബന്ധിച്ചാലും നമ്മൾ കയറാൻ പോകരുത്. നമ്മളായിട്ട് മോക്കൊരു ചീത്തപ്പേരുണ്ടാക്കരുത്. വാ നടക്ക. ആ നടക്കാനൊന്നും വയ്യ, പോയൊരു ഓട്ടോ വിളിക്കേ. നീയല്ലേ പറഞ്ഞത് ഓട്ടോയ്ക്ക് 19 രൂപയാവുന്നു. ആ കൊടുക്കങ്ങോട്ട്. ഓ, നീ എവിടുന്നാ ഒരു ഓട്ടോ കണ്ടുപിടിക്കാ? ഇങ്ങോട്ട് നടക്ക മനുഷ്യ. ആ എന്നാ ഓട്ടോ വിളിക്കാൻ പോന്നു. ഇതാണ് കൃത്യസമയം. മറ്റാരുമില്ല, പ്രഭാവതി മാത്രം. അവൾ എവിടെയായിരിക്കും? അകത്തുണ്ടെങ്കിൽ വെട്ടി വീഴ്ത്താം. എന്തായാലും നോക്കാം. ഇല്ല ഹരിയേട്ടാ, സിദ്ധുവും നന്ദനും പുറത്തു പോയിരിക്കുക. പിന്നെ ദേവിക ഇപ്പൊ MLA അല്ലേ, വീട്ടിലുണ്ടാവില്ലല്ലോ. ആ അതെ, ആ സൗകര്യം പോലെ വരണം. കഴിഞ്ഞ ദിവസവും സിദ്ധു പറഞ്ഞു ചിലപ്പോ ഞാനും സിദ്ധുവും കൂടി ഓസ്ട്രേലിയയിലേക്ക് വരുമെന്ന്. 2 മാസം ഒരു ടൂർ പ്രോഗ്രാം. ആ നന്ദനും ദേവിക ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ പറഞ്ഞതല്ല, ഒരു പ്ലാനുണ്ട്. ആ ജാനകിയെ ഞാൻ വിളിച്ചോളാം. ആ ശരി ഹരിയേട്ടാ, ബൈ. മോളെ, അയ്യോ മാഡം ആയിരുന്നോ? മക്കളാരും ഇല്ലേ ഇവിടെ? ഇല്ല. എന്താ രാധാമണി? അല്ല, എനിക്കെന്തോ ഒരു പരിവേശം പോലെ. എന്തുപറ്റി? ഒരു ഇത്തിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല മാഡം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഇന്നലെയാണെങ്കിൽ കുറെ പച്ചവെള്ളം കുടിച്ചു, അതിന്റെ ആയിരിക്കും. മാഡത്തിന് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? രാധാമണി ഇരിക്കേ, ഇരിക്കേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. കുഞ്ഞേ, ആ വാ ഭാർഗവി. ആ രാധാമണിക്ക് ചൂടുവെള്ളം വേണമെന്ന്. ഏ കുഞ്ഞേ, കത്തിക്കരുത്, മാറിങ്ങോട്ട്. ഗ്യാസിന്റെ മണം. ആണോ? ആ, ഇവിടെ ഉറപ്പാ ഗ്യാസ് ലീക്കാ. ഞാൻ തുറന്നില്ലല്ലോ. അയ്യോ കുഞ്ഞേ, സ്റ്റൗ തുറന്നിട്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ തുറന്ന ശേഷം അടയ്ക്കാൻ മറന്നുപോയോ? ആയിരിക്കും. എന്തായാലും കുറച്ചു കഴിഞ്ഞിട്ട് സ്റ്റൗ കത്തിച്ചാ മതി. കുഞ്ഞു പോ, ചെല്ലങ്ങോട്ട് പോ കുഞ്ഞേ.
ഇതൊക്കെ തുറന്നിടട്ടെ.